സുഹൃത്തുക്കളെ, കറണ്ട് അഫെയറിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ഭൂമിശാസ്ത്രം, കായികം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണ സാമ്പത്തിക രംഗം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ്. പ്ലസ് സാഹിത്യം, കല, സാംസ്കാരിക മേഖലകളിലുള്ള ഇവൻറ്റുകൾ കൂടി നമ്മൾ നോക്കി പോകും. പിന്നെ അതുപോലെ തന്നെ കേരള ഗവേണൻസും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ് കൂടി ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി പോകും. നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ ഭരണ സാമ്പത്തിക രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നമ്മൾ നോക്കി പോവാം. ഇപ്പോൾ ജനുവരി 26 നമ്മളുടെ 76ാമത്തെ റിപ്പബ്ലിക് ഡേ ഇന്ത്യ ഒട്ടാകെ ആഘോഷിച്ചു. അപ്പോൾ അതിൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് ഈ ഒരു 76ാമത്തെ റിപ്പബ്ലിക് ഡേ ഇവൻറ്റിന് അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്ത് പോവാം. ഈ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ദിനം ആഘോഷിച്ചപ്പോൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത് ഇമാനുവൽ മാക്രോൺ ആണ്. അതുപോലെ തന്നെ 74ാമത്തെ റിപ്പബ്ലിക് ഡേ ദിനം ആഘോഷിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഈജിപ്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള അബ്ദുൽ ഫത്തേഹ് അൽ സിസി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകളും PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് 2025 76ാമത്തെ റിപ്പബ്ലിക് ഡേ ദിന പരേഡിന് ആഘോഷത്തിന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ എന്ന് പറയുന്ന വ്യക്തി. ആ പേര് നോക്കി വയ്ക്കുക. പിന്നെ ഈ കൊല്ലത്തെ റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ് എന്ന് പറയുന്ന ഒരു തീമാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ ദിനത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പേരിനൊപ്പം തന്നെ നമ്മളൊന്ന് നോക്കി പോകേണ്ടത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ നമ്മൾ 1950 റിപ്പബ്ലിക് ഡേ ദിനം ആഘോഷിച്ചപ്പോൾ അന്ന് അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്തോനേഷ്യയുടെ തന്നെ പ്രസിഡൻ്റ് ആയിട്ടുള്ള സുകർണോ ആയിരുന്നു. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിലവൻസ് കൂടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പേര് മറക്കാതെ തന്നെ നോക്കി പോവുക. പ്രഭാവോ സുബിയാൻഡോ. ഈ റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ് എന്ന് പറയുന്നത്, അതായത് ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് തീം കൂടി നോക്കി പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്ത പ്ലോട്ടുകൾ അല്ലെങ്കിൽ ടാബ്ലോകൾ അവതരിപ്പിക്കാറുണ്ട് പരേഡിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ ആയിരുന്നു. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് മഹാകുംഭ എന്നാണ്. മഹാകുംഭ 2025 ആയിരുന്നു അവരുടെ തീം വരുന്നത്. അങ്ങനെ 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ത്രിപുരയ്ക്കാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, വളരെ റയറായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. ആ പേര് കൂടി ഒന്ന് നോക്കി പോവാം. ഏറ്റവും ഫസ്റ്റ് ലഭിച്ചിട്ടുള്ള ടാബ്ലോ പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് സാംസ്കാരികം, ടൂറിസം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ മേഖലകളിലുള്ള സഹകരണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് 2026 ഡ്യുവൽ ഇയറായിട്ട് ആഘോഷിക്കാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണെന്നാണ്. അത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്പെയിനാണ്. ഒന്ന് ശ്രദ്ധിച്ചു പോവുക. പിന്നെ 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി എവിടെയെന്നുള്ളതാണ്. അത് ജനുവരി 9, അതായത് മഹാത്മാഗാന്ധി 1915 ജനുവരി 9 സൗത്ത് ആഫ്രിക്കയിലെ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിൻ്റെ ഒരു സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനെ, അതായത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ഇന്ത്യയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ സ്മരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ പ്രശംസിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് 2025 വേദി എന്ന് പറയുന്നത് ഭുവനേശ്വരായിരുന്നു. ഒഡീഷയിലെ ഭുവനേശ്വരാണ് 2025 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ ഒറിജിനായിട്ട് വിദേശത്ത് തങ്ങുന്ന ഏതെങ്കിലും വ്യക്തിക്ക് നമ്മൾ അവാർഡുകൾ സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ 2025 ഈ ഒരു പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഒരു കരീബിയൻ രാജ്യമായിട്ടുള്ള ട്രിനാഡ് ആൻഡ് ടുബാഗോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ കാർലു കങ്കലു എന്ന് പറയുന്ന ഒരു ലേഡിക്കാണ് ഈ കൊല്ലത്തെ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ പേര് കൂടി ഒന്ന് നോക്കി പോവാം. അടുത്തതാണ് ജനുവരി 25 75ാമത്തെ വാർഷികം ആഘോഷിച്ച ഭരണഘടനാ സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. അത് ഇലക്ഷൻ കമ്മീഷനാണ്.
അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഇലക്ഷൻ കമ്മീഷനാണ് ആർട്ടിക്കിൾ 324 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് കണക്ട് ചെയ്ത് പോവുക. സ്ഥാപിതമാവുന്നത് 1900 ജനുവരി 25-നാണ്. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതായിരുന്നു ആർട്ടിക്കിളും അതുപോലെ തന്നെ സ്ഥാപിതമായിട്ടുള്ള വർഷവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്നുള്ളതാണ്. അത് രാജീവ് കുമാറാണ് വരുന്നത്. ഒരു ചെയർമാനും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങിയിട്ടുള്ളതാണ് ഒരു മൂന്നംഗ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. പക്ഷേ ഇത് സ്ഥാപിതമാവുന്ന സമയത്ത് ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ് വരുന്നത്. അത് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കി പോവുക. അപ്പോൾ ഈ ഒരു അതായത് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായിട്ടുള്ള ദിനം തന്നെയാണ് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് നോക്കി പോകാം. ജനുവരി 25 തന്നെയാണ് ദേശീയ സമ്മതിദായക ദിനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 2025 വോട്ടേഴ്സ് ഡേ തീം വരുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ്. 2024 ഈ ഒരു ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഈ സെയിം തന്നെയായിരുന്നു. തീമിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുകൂടി ഒന്ന് നിങ്ങൾ നോക്കി പോകാം. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് ഇതിൻ്റെ തീം വരുന്നത്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം വരുന്നത്. പ്ലസ് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കി പോവുക. കുറച്ച് മുന്നേ 2023 ഈ ഇലക്ഷൻ കമ്മീഷണറുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക, അനൂപ് ബൻവാൽ കേസ് അല്ലെങ്കിൽ അനൂപ് ബൻവാൽ വസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2023 കൂടി ഒന്ന് നോക്കുക. ഇപ്പോൾ അത് റിലവൻ്റ് അല്ല. പക്ഷേ എന്താ പറയുക, 2023 ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു അനൂപ് ബൻവാൽ കേസ്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഡിഗ്രി ലെവലൊക്കെ ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പോവുക. പിന്നെ അടുത്തതാണ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള യൂണിഫൈഡ് പെൻഷൻ സ്കീം, UPS എന്ന് പറയുന്ന പെൻഷൻ സ്കീം നിലവിൽ വരുന്നത് എന്താണെന്നുള്ളതാണ്. 1 ഏപ്രിൽ 2025 വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് പുറത്തിറക്കിയ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ഡോക്യുമെൻ്റ് ഷെയറിംഗ് ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളതാണ്. അത് എൻറ്റിറ്റി ലോക്കറാണ് വരുന്നത്. അതായത് നമ്മളുടെ സിവിലിയൻസിൻ്റെ ഡാറ്റ കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് രീതിയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് കൂടിയിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റിന് കൂടി ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ എൻറ്റിറ്റി ലോക്കർ എന്ന് പറയുന്നത്. നമ്മളൊരു ഡിജി ലോക്കർ പോലെ തന്നെ നമ്മൾ പ്രൂഫും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്ന ഈ ഡിജി ലോക്കർ രീതി പോലെ തന്നെ നിലവിൽ വന്നിട്ടുള്ള ഒന്നാണ് ഈ എൻറ്റിറ്റി ലോക്കർ എന്ന് പറയുന്നത്. അടുത്തതാണ് സൈബർ ക്രൈം അന്വേഷണത്തിൽ ഇന്ത്യയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ എന്താ പറയുക തീരുമാനിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. അത് അമേരിക്കയാണ് വരുന്നത്, USA ആണ് വരുന്നത്. അടുത്തത് വരുന്നത് സാഹിത്യം, കല, സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് നമ്മൾ നോക്കി പോകുന്നത്. അതാണ് 2025 പത്മ പുരസ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനുവരിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതായത് റിപ്പബ്ലിക് ഡേ ദിനത്തിനോടനുബന്ധിച്ചിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറ്. ഇതിൽ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സിവിലിയൻ അവാർഡുകളിൽ ഒന്നാണ് ഈ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് പത്മഭൂഷൺ, പത്മശ്രീ എന്ന് പറയുന്ന 3 കാറ്റഗറികളാണ് നമ്മൾ എന്താ പറയുക കോമൺ ആയിട്ട് പത്മ അവാർഡുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഇക്കൊല്ലം 2025 പ്രസിഡന്റ് 139 പേർക്കാണ് പത്മ അവാർഡുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ എന്നീ കാറ്റഗറികളിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൽ നമുക്ക് ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ട് ഏറ്റവും നോക്കി പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള മലയാളികളെ നമ്മൾ നോക്കി പോകണം. 5 പേർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പത്മവിഭൂഷൺ നേടിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് 2025 ലഭിക്കുന്നത്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത് PR ശ്രീജേഷ്, കായികം, അതുപോലെ തന്നെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, വൈദ്യശാസ്ത്രത്തിനും ആണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പിന്നെ പത്മശ്രീ നമുക്ക് നോക്കാം. IM വിജയൻ, നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള IM വിജയനാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ K ഓമനക്കുട്ടി,
അവർക്ക് സംഗീതം എന്നുള്ള കാറ്റഗറിയിലാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ മൊത്തം 5 പേർക്കാണ് 5 പേരാണ് ഈ കൊല്ലത്തെ പത്മ അവാർഡിന് അർഹരായിട്ടുള്ളത്. പ്ലസ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരിക, ശോഭനയ്ക്ക് കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ആണ്, അതായത് ഗവൺമെൻറ് സൈറ്റുകളിൽ തമിഴ്നാടാണ് അവരുടെ സ്വദേശമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 5 പേരാണ് നിലവിൽ എന്താ പറയുക മലയാളികളായിട്ട് അല്ലെങ്കിൽ കേരളൈറ്റായിട്ട് ലഭിച്ചിട്ടുള്ളത് 5 പേർക്കാണ്. അതുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 2025 പത്മവിഭൂഷൺ നേടിയ വിദേശ പൗരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒസാമി സുസുക്കിയാണ്. അതായത് ഈ സുസുക്കി എന്ന് പറയുന്ന ഒരു മോട്ടോർ ജയൻറ്റിൻ്റെ സിഇഒയും MD ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനും മരണാനന്തരമാണ് ലഭിക്കുന്നത്. 2025 പത്മവിഭൂഷൺ നേടിയിട്ടുള്ള വിദേശി ആരാണെന്ന് ചോദിച്ചാൽ, വിദേശ പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒസാമി സുസുക്കിയാണ്. ജപ്പാനാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വരുന്നത്. അപ്പോൾ ഈ 5 പേരുകൾ ചോദിക്കാൻ ഷുവർ ഷോട്ടായിട്ടൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. അടുത്തത് വരുന്നത് മഹാകുംഭമേളയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും 144 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു റിലീജിയസ് ഇവൻ്റാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. ഇത് 6, 12, 14 വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇത് നടക്കാറുള്ളത്. ഈ 6 വർഷത്തിൽ നടക്കുന്നതിന് അർദ്ധകുംഭമേള എന്നും 12 വർഷം ഗ്യാപ്പിൽ നടക്കുന്നതിന് കുംഭമേള എന്നും 144 വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മഹാകുംഭമേള എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 144 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരക്കിലും പെട്ടിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂസിൽ ഈ ഒരു പേര് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇവൻ്റ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. പിന്നെ ഈ കുംഭമേളയുടെ ഇവൻ്റ് കൂടി, അതായത് ഈ കുംഭമേളകൾ നടക്കുന്നത് ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലാണ്. ഈ ഒരു സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കൂടി നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി CM ആയിട്ട് വരുന്നത്, ഉത്തർപ്രദേശിൻ്റെ CM വരുന്നത് യോഗി ആദിത്യ നാഥാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രയാഗ്രാജിനെ ഒരു പ്രത്യേക ഡിസ്ട്രിക്റ്റ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അടുത്തതാണ് നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതായത് 2024 അവാർഡാണ് ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M. മുകുന്ദനാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് 2022 ആദ്യമായിട്ട് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് 2022 ലഭിച്ചിട്ടുള്ളത് പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള T. പത്മനാഭനാണ് 2022 ലഭിച്ചിട്ടുള്ളത്. 2023 ലഭിച്ചിട്ടുണ്ടായിരുന്നത് MT ക്കായിരുന്നു. 2024 വരുമ്പോൾ അത് M. മുകുന്ദനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് വൈൽഡ് ഫിക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പുസ്തകങ്ങളും ഇതുപോലെ തന്നെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. വൈൽഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഒരു എസ്സേസ് ആണ് വരുന്നത്, ഉപന്യാസങ്ങളാണ് വരുന്നത്. അത് ഇറക്കിയിട്ടുള്ളത് അമിതാവ് ഘോഷിൻ്റെ രചനയിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണ് വൈൽഡ് ഫിക്ഷൻസ്. അതുകൂടി ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്തതാണ് 2024 PSC ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്നുള്ളത്. അത് 2024 ജേതാവ് എന്ന് പറയുന്നത് K. അരവിന്ദാക്ഷനാണ്. K. അരവിന്ദാക്ഷനാണ് 2024 ജേതാവ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഗോവയ്ക്കാണ് ഈ കൊല്ലത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. 2023 PN ഗോപികൃഷ്ണനായിരുന്നു. കവിത ഒരു മാംസഭോജിയാണെന്നുള്ള പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അവാർഡിന് ലഭിച്ചിട്ടുള്ളത്. 2022 അംബിക സുധൻ മങ്ങാടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രാണവായു എന്ന് പറയുന്ന പുസ്തകത്തിനായിരുന്നു 2022 ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നിങ്ങൾ നോക്കുക. 2024 ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷൻ. അർഹമായിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ഗോവ. അടുത്തതാണ് കേരള സർക്കാരിൻ്റെ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. ഇത് ഡിസംബറിലായിരുന്നു പ്രഖ്യാപിച്ചത്, പക്ഷേ അവാർഡ് നൽകുന്നത് ജനുവരിയിലായിരുന്നു. 2024 ലഭിച്ചിട്ടുള്ളത് NS മാധവനാണ് വരുന്നത്. അപ്പോൾ സമഗ്ര സംഭാവന ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. എന്താ പറയുക, ഒരു മൊത്തം കോൺട്രിബ്യൂഷനാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ NS മാധവനായിരുന്നു 2024
വിന്നർ എന്ന് പറയുന്നത് 2023 SK വസന്തനും 2022 സേതുവിനുമാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് പ്രധാനപ്പെട്ട പോയിന്റാണ് ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. അത് അമിതാഭ് കാന്ത് ആണ് വരുന്നത്. അതായത് മുൻ നീതി ആയോഗിൻ്റെ CEO ആയിരുന്ന അമിതാഭ് കാന്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്നുള്ളതാണ്. പിന്നെ ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ G20യുടെ, അതായത് ഇന്ത്യ കൂടി അംഗമായിട്ടുള്ള കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള G20 എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ പ്രതിനിധിയാണ്, ഇന്ത്യയുടെ ഷെർപ്പ എന്ന് പറയുന്നത്. ഇതിലെ പ്രതിനിധികളെ ഷെർപ്പ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഷെർപ്പ കൂടിയാണ് ഈ അമിതാഭ് കാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കുറച്ചുകൂടി റിലവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേര് കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ 63ാമത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളതാണ്. 63ാമത്തെ സ്കൂൾ കലോത്സവ ജേതാവ് തൃശ്ശൂരാണ് വിന്നേഴ്സായിട്ട് വരുന്നത്. 2ാം സ്ഥാനം പാലക്കാടായിരുന്നു. അതിൻ്റെ വേദി വരുന്നത് തിരുവനന്തപുരമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ MTയുടെ സ്മരണാർത്ഥം MTയുടെ പേരിൽ വേദി ഉണ്ടായിരുന്നു. പിന്നെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നുള്ളതാണ്. അത് MK ഗോപിനാഥൻ നായരാണ്. വൈശാഖൻ എന്നറിയപ്പെടുന്ന MK ഗോപിനാഥൻ നായരാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനു മുന്നേ MT ആയിരുന്നു ഇതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇദ്ദേഹമാണ് ഈ ഒരു ചുമതല ഏറ്റെടുക്കുന്നത്. അടുത്തത് കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നമുക്ക് നോക്കി പോവാം. ആദ്യത്തേത് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. കവചമാണ് വരുന്നത്. കവചം ഇത് നമ്മൾ കൺഫ്യൂസിംഗ് ആയിട്ടൊന്ന് വരും. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു കവച് എന്ന് പറയുന്നിട്ടുള്ള, അത് കവചാണ് വരുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഈ ആക്സിഡൻറ്റുകൾ, അതായത് ട്രെയിൻ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനമുണ്ട്. അതിൻ്റെ പേര് കവച് എന്നാണ്. പക്ഷേ ഇപ്പോൾ കേരളം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആരംഭിച്ചിട്ടുള്ള പുതിയ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ദുരന്തങ്ങളോ എന്തെങ്കിലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്ലോണുകൾ, സുനാമികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വരികയാണെങ്കിൽ അതിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. ഇത് പ്രകാരം കേരളത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് ഏകദേശം 126ഓളം സൈറനുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഈ സൈറനുകൾ എന്തെങ്കിലും അപകടങ്ങൾ വരികയാണെങ്കിൽ ഈ സൈറനിൽ നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ഏകദേശം 1200 മീറ്ററോളം റേഡിയസിൽ ഈ ഒരു നിർദ്ദേശം കൈമാറാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ സഹായിച്ചിട്ടുള്ളത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പിന്നെ അതുപോലെ തന്നെ ലോകബാങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ വരുന്നത്. ഇതിൽ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു വാർണിംഗ് ലൈറ്റ് സിസ്റ്റം, അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ എന്ന് പറയുന്ന ഒരു 3 കളർ കോഡ് സിസ്റ്റം കൂടി ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അടുത്തതാണ് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പഠന സമയം കഴിഞ്ഞുള്ള സമയത്ത് അവരെ കായിക വിനോദ പരിപാടികളിലേക്ക് താല്പര്യം വളർത്തുന്ന കേരള എക്സൈസിൻ്റെ പദ്ധതി ഏതാണെന്നുള്ളതാണ്. അത് ഉണർവാണ് പദ്ധതി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് വേറെ എന്തെങ്കിലും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെച്ചിട്ട്, അല്ലെങ്കിൽ കായികപരമായിട്ടോ അല്ലെങ്കിൽ വിനോദപരമായിട്ടോ ഉള്ള പരിപാടികൾ വെച്ചിട്ട് അവരെ ഈ ഒരു ലഹരിയിലേക്കുള്ള ഒരു വഴിയിൽ നിന്ന് വേർതിരിച്ച് വിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ താല്പര്യം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഉണർവ് എന്നുള്ള പദ്ധതിയുടെ ലക്ഷ്യം വരുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് നേർവഴി. ഇത് കൺഫ്യൂസ് ആയി പോകാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കേരള എക്സൈസിൻ്റെ മറ്റൊരു പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആരംഭിച്ചത് 2016 കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി നടത്തുന്ന ഒരു കേരളത്തിലൊട്ടുക്കെ നടത്തുന്ന ഒരു ലഹരി നിർമ്മാർജ്ജന പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയുടെ ചെയർമാനായിട്ട് വർത്തിക്കുന്നത് അത് CM ആണ് വരുന്നത്. പിന്നെ കേരള എക്സൈസ് മന്ത്രി കൂടി ഒന്ന് നോക്കി പോവുക. MB രാജേഷാണ് നിലവിലെ കേരള എക്സൈസിൻ്റെ മന്ത്രി എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി എന്ന് പറയുന്നത്. അടുത്തതാണ് കേരളത്തിലെ നെല്ല് സംഭരണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഈ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. ഇതും ഇപ്പോൾ ഈയിടെ ന്യൂസിലുണ്ടായിരുന്നു. പദ്ധതി ലോഞ്ച് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും വീണ്ടും ഈ കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സോഷ്യൽ വർക്കേഴ്സൊക്കെ വീടുകൾ തോറും നടക്കുന്നുണ്ട്, എന്നിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അശ്വമേധം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് വരുന്നത്. അതായത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം. പിന്നെ അടുത്ത് നോക്കാം, ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ഗോത്രവർഗ രാജാവ് ഏതാണെന്നുള്ളതാണ്. അത് രാമൻ രാജമന്നാൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കിങ് ആണ് ഒരു രാമൻ രാജമന്നാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ ഒരു ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രം വരുന്നത് മന്നാൽ ഗോത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഗോത്രം വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിലാണ് ഏറ്റവും കൂടുതൽ ഈ മന്നാൽ ഗോത്രം കാണപ്പെടുന്നത്. ആ ഒരു ഇത് കൂടി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഏത് നവോത്ഥാന നായകൻ്റെ 75ാം ചരമവാർഷികമാണ് 25 ജനുവരി 2025 എന്നുള്ളതാണ്. അത് ഡോക്ടർ പൽപ്പുവിൻ്റെയാണ്. ഏറ്റവും നമ്മളുടെ നിശബ്ദ വിപ്ലവകാരി എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ 75ാം ചരമവാർഷികമായിരുന്നു 2025 ആഘോഷിച്ചിട്ടുള്ളത്. 1950 ജനുവരി 25 ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കുമാരനാശാൻ്റെ ഇതേപോലെ തന്നെ ആനിവേഴ്സറി വന്നപ്പോൾ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതും കൂടി ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. 2025 75ാം ചരമവാർഷികം ആഘോഷിക്കുന്നത് ഡോക്ടർ പൽപ്പുവാണ്. സ്കൂൾ കുട്ടികളുടെ ഹാജറും പരീക്ഷയിലും മാർക്കും ഉൾപ്പെടെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് മൊബൈൽ ആപ്പ് വഴി നൽകുന്ന ഒരു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേര് കൂടി നിങ്ങളൊന്ന് ഫെമിലിയർ ആക്കി വയ്ക്കുക. അടുത്തതാണ് അതിദരിദ്രരല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായിട്ടുള്ള നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് സമന്വയ എന്നാണ്. ഈ ഒരു പേര് കൺഫ്യൂസ് ആവാതിരിക്കുക. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനും അതുപോലെ തന്നെ കേരള ലിറ്ററസി മിഷനും കൂടി ചേർത്ത് നടക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ട്രാൻസ്ജെൻഡർ, അതായത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കപ്പെട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരും സമന്വയ എന്നാണ്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ കൺഫ്യൂസ് ആകാതിരിക്കുക. അതായത് ട്രാൻസ്ജെൻഡർ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ പേരും സമന്വയം എന്നാണ്, കൺഫ്യൂസ് ആവാതിരിക്കുക. അടുത്തതാണ് 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അടുത്തതാണ് അന്തർദേശീയം, അതായത് ഇൻ്റർനാഷണലായിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ജനുവരിയിൽ നടന്നിട്ടുള്ള ഇവൻറ്റുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UN പ്രമേയങ്ങളാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണിത്. അതായത് 2025 UN പ്രമേയങ്ങൾ നോക്കി പോവാം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലേക്ക് വ്യക്തികളുടെയോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയോ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടോ യുണൈറ്റഡ് നേഷൻസ് ഏതെങ്കിലും ഒരു വർഷത്തിന് ഒരു പ്രത്യേക പ്രമേയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരം 2025 അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങൾ നമുക്ക് നോക്കി പോവാം. അതിലൊന്നാമത്തതാണ് UN അന്താരാഷ്ട്ര സഹകരണ വർഷം, അതുപോലെ തന്നെ ക്വാണ്ടം സയൻസിനും ടെക്നോളജിക്കും വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം. ഇങ്ങനെ 4 തീമുകളാണ് 2025 ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് UN. അതിൽ ക്വാണ്ടം സയൻസിനും ടെക്നോളജിക്കും വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര വർഷം എന്നുള്ളത് പ്രീവിയസ് ആയിട്ട് PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ എക്സാമിനാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇനി പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ UN അന്താരാഷ്ട്ര സഹകരണ വർഷം, കോർപ്പറേഷൻ്റെ വർഷം, അതുപോലെ തന്നെ ഗ്ലേസിയറിന് വേണ്ടിയിട്ടുള്ള ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ വർഷം, അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ 4 പോയിൻ്റാണ് ഇവിടെ നോക്കാനുള്ളത്, കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. അടുത്തതാണ് 2025 ജനുവരിയിൽ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധത്തിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരാണ് വരുന്നത്. ഏഷ്യൻ രാജ്യമാണ്. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. അതും സിംഗപ്പൂർ തന്നെയാണ് വരുന്നത്. അതായത് വിസ ഫ്രീ ആയിട്ട് രാജ്യത്തിലേക്ക് എത്ര രാജ്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ഇൻഡെക്സാണ് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്രകാരം 195ഓളം രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ, വിസ ഫ്രീ ആയിട്ട് തന്നെ സിംഗപ്പൂർ പാസ്പോർട്ടുള്ള വ്യക്തിക്ക് പോകാൻ പറ്റും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 85ാമതാണ് വരുന്നത്.
ഇതിൽ രണ്ടാമത് വരുന്നത് ജപ്പാനാണ്. ഏകദേശം 193 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ ആയിട്ട് തന്നെ ജപ്പാൻ പാസ്പോർട്ടുള്ള വ്യക്തിക്ക് സഞ്ചരിക്കാൻ പറ്റും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും അനധികൃത സ്വത്തുകൾ കണ്ടെത്താനും അംഗരാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണെന്നുള്ളതാണ്. അത് ഇൻ്റർപോളാണ് വരുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ചോദിച്ചു. ഫ്രാൻസിലെ ലിയോൺ ആണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CBI ആണ് വരുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇൻ്റർപോളിനുമായിട്ട് സഹകരിക്കുന്ന ഇന്ത്യയിലെ ഏജൻസി എന്ന് പറയുന്നത്. പിന്നെ ഈ സിൽവർ നോട്ടീസ് പോലെ തന്നെ ഇൻ്റർപോൾ പുറത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടീസുകളാണ് ഈ റെഡ് നോട്ടീസ്, യെല്ലോ നോട്ടീസ്. അതിൽ റെഡ് നോട്ടീസ് മാത്രം നോക്കി വയ്ക്കുക. അതായത് ഏതെങ്കിലും ഒരു കുറ്റവാളിക്കോ അല്ലെങ്കിൽ വാണ്ടഡ് പേഴ്സണോ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പുറത്തിറക്കുന്ന നോട്ടീസാണ് റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. USA 47ാമത്തെ പ്രസിഡൻ്റായിട്ട് അധികാരമേറ്റത് ആരാണെന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ആണ് വരുന്നത്. ഈ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള കമല ഹാരിസിനെ പരാജയപ്പെടുത്തിയിട്ട് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന് സത്യവാചകം കൊടുത്തത് അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജോൺ റോബർട്ട്സ് ആണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഓത്ത് പോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡൻറ്റും വരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത് JD വാൻസ് ആണ്. ആ പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനു മുമ്പ് ട്രംപ് പ്രസിഡൻ്റ് ആയിട്ടുള്ളത് 2017 to 2021 എന്നുള്ള ആ ഒരു ടേമിലായിരുന്നു. ഇവരുടെ കാലാവധി വരുന്നത്, അമേരിക്കൻ പ്രസിഡൻ്റെ കാലാവധി വരുന്നത് 4 കൊല്ലമാണ് വരുന്നത്. മാക്സിമം അവർക്ക് 2 തവണ മാത്രമേ ഈ ഒരു ഇതിൽ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രസിഡൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുന്നില്ല. എത്ര തവണ വേണമെങ്കിലും ഇലക്ഷന് മത്സരിക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും അധികാരത്തിൽ വരാനും പറ്റും. അടുത്ത നോക്കാം. 2025 WHO അതുപോലെ തന്നെ പാരീസ് കാലാവസ്ഥ ഉടമ്പടി എന്നിവയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ്. അത് അമേരിക്ക തന്നെയാണ്. അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിനെ തുടർന്നിട്ട് അമേരിക്ക ഈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അതുപോലെ തന്നെ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വേദി ഏതാണെന്നുള്ളതാണ്. അത് ദാവോസ് ആണ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് ഇതിൻ്റെ സ്ഥിരം വേദി എന്ന് പറയുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥിരം വേദി എന്ന് പറയുന്നത് ദാവോസ് ആണ് വരുന്നത്. അടുത്തതാണ് പുതിയ ഡിജിറ്റൽ നയത്തിലൂടെ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ തയ്യാറെടുക്കുന്ന രാജ്യം ഏതാണെന്നാണ്. അത് UAE ആണ്. UAEയിലുള്ള അബുദാബി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അടുത്ത് നോക്കാം. 2025 ക്വാഡ് ഉച്ചകോടി വേദി എവിടെയെന്നുള്ളതാണ്. അത് ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വാഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. അതായത് ക്വാഡ് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. 4 രാജ്യങ്ങളാണ് ഇതിൽ മെമ്പറായിട്ട് വരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഈ ചൈനയുടെ ഒരു അപ്രമാദിത്വം തടയുക എന്നുള്ളതാണ് ഈ ഒരു ക്വാഡിൻ്റെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അതുപോലെ തന്നെ USA ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് USA തന്നെ ഭാഗമായിട്ടുള്ള അലാസ്ക എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് വരുന്നത്. ഈ ഒരു 4 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ക്വാഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേദി വരുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ഇവൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കി പോവുക. അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ PDF രൂപത്തിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ റിവിഷൻ കൊടുക്കുക, കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. താങ്ക് യു.